എല്ലാവർക്കും നമസ്കാരം. സ്കോളേഴ്സ് കോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ഏരിയയിൽ നിന്ന് 2024 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CCR നെറ്റ് ഓൺലൈൻ കോച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. 8547960704 8547960704. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. First question, the major products B and C formed in the following set of reactions are. ജൂൺ 2024 ചോദിച്ച ചോദ്യമാണ്. നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്, MCPB എന്ന് പറഞ്ഞ റിയേജന്റ് ഉണ്ട്, which will gives A as the product, which on reaction with sodium methoxide gives B and methanol in presence of HCl gives C. എന്താണ് B, എന്താണ് C, അതാണ് കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതാണ് ബിയും, ബി ഏതാണ്, ബി സി ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. MCPBയെയും ആൽക്കീനും തന്നിട്ടുണ്ട്, മെറ്റാക്ലോറോ പെർബെൻസോയിക് ആസിഡും ആൽക്കീനും തന്നിട്ടുണ്ട്. എന്ത് ചെയ്യും? MCPBയെ വിൽ എപ്പോക്സിഡേ അണ്ടർഗോ വിൽ ഹെൽപ്സ് ഇൻ എപ്പോക്സിഡേഷൻ ഓഫ് ആൽക്കിൽ. ആൽക്കീൻ്റെ എപ്പോക്സിഡേഷന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? MCPBയെ സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക നമ്മുടെ ആൽക്കീൻ ഇതാണ്. MCPBയെ വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓക്സിഡൈസ് ചെയ്യും, ഡബിൾ ബോണ്ടിനെ, എപ്പോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. മെഥനോൾ ഇൻ പ്രസൻസ് ഓഫ് HCl തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സോഡിയം മീഥോക്സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ട് കണ്ടീഷൻ, അതായത് ഇപ്പം എപ്പോക്സൈഡ് ഓപ്പണിങ് എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ബേസ് ആണെന്നുണ്ടെങ്കിൽ, ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മെഥനോൾ സോഡിയം മീഥോക്സൈഡ് തന്നിട്ടുണ്ട്. ബേസിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോക്സൈഡ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ലെസ് ഹിൻഡേർഡ് സൈഡിൽ കൂടെ ആയിരിക്കും നടക്കുക. ഇവിടെ കൂടെ ആയിരിക്കും നടക്കുക, ലെസ് ഹിൻഡേർഡ് സൈഡിൽ കൂടെ ആയിരിക്കും എപ്പോക്സൈഡ് ഓപ്പണിംഗ് നടക്കുക. ബേസ് തരികയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, അതായത് ഇവിടുത്തെ MEO മൈനസ് എന്ന് പറയുന്നത് ലെസ് ഹിൻഡേർഡ് സൈഡിൽ ചെന്ന് അറ്റാക്ക് ചെയ്യും, അതുവഴി എപ്പോക്സൈഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും, അത് ആൽക്കഹോളായിട്ട് മാറും. OH ഓൾറെഡി H ഉണ്ട്, OMe. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പം ബേസിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ എപ്പോക്സൈഡ് ഓപ്പണിംഗ് എന്ന് പറയുന്ന ലെസ് ഹിൻഡേർഡ് സൈഡിലായിരിക്കും, SN2 മാനറിലായിരിക്കും നടക്കുക. ഇനി അടുത്തത് അസിഡിക് കണ്ടീഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്നുള്ള രീതിയിൽ, അതായത് മോർ ഹിൻഡേർഡ് സൈഡിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയോഫൈൽ വിൽ അറ്റാക്ക് ഓൺ ദി മോർ ഹിൻഡേർഡ് സൈഡ്. മോർ ഹിൻഡേർഡ് സൈഡ് എന്ന് പറയുമ്പം നമുക്കിവിടെ തന്നേക്കുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് MEOH തന്നിട്ടുണ്ട് അല്ലേ. MEOHും HClഉം അസിഡിക് മീഡിയം ആണ്. അസിഡിക് മീഡിയം ആയതുകൊണ്ട്, സോറി അവിടേക്കല്ല കൊടുക്കേണ്ടത്, എപ്പോക്സൈഡ് ഓപ്പണിംഗ് ആണല്ലോ അല്ലേ. ഇവിടെ ഈ എപ്പോക്സൈഡിലേക്ക് MEOH HCl ആഡ് ചെയ്യുമ്പോഴത്തേനും HCl എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മുടെ എപ്പോക്സൈഡിന്റെ ഓക്സിജനെ പ്രോട്ടോണേറ്റ് ചെയ്യുന്നു. ദെൻ മെഥനോൾ എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യും. മെഥനോൾ ആസച്ചാണ് റിയാക്ട് ചെയ്യുക. നമ്മളിപ്പോൾ തൽക്കാലം MEO മൈനസ് എന്നുള്ള MEO എന്നുള്ള രീതിയിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. മെക്കാനിസം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. ഓക്കെ, എവിടെ കൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുക? മോർ ഹിൻഡേർഡ് ആയിട്ടുള്ള സൈഡിൽ കൂടെ ആയിരിക്കും അല്ലേ. മോർ ഹിൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിലേക്കായിരിക്കും നമ്മുടെ OMe വരിക അല്ലേ. OMe അവിടെ, OH ഇങ്ങോട്ടേക്കായിട്ട് മാറി, H ഇവിടെയാണ്. ഓക്കെ, ആൻസർ ഏതായിരിക്കും? ഇത് B, ഇത് C. ഓക്കെ, B എന്ന് പറയുന്നത് ഇത് അല്ലേ, OH OMe. C എന്ന് പറയുന്നത് OMe OH. ആൻസർ വരിക B ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇവിടെ ഒന്നുമില്ല, എപ്പോക്സിഡേഷൻ നടക്കുന്നു. ദെൻ അസിഡിക് കണ്ടീഷൻ ആണോ ബേസിക് കണ്ടീഷൻ ആണോ നോക്കുക. അസിഡിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെ അറ്റാക്ക് ചെയ്യും, മോർ ഹിൻഡേർഡ് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യും. ബേസിക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ലെസ് ഹിൻഡേർഡ് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്യും. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദ റിയാക്ഷൻസ് പി ആൻഡ് ക്യൂ ഈസ്. നമുക്ക് തന്നേക്കുന്നത് എന്താണ്? രണ്ട് ആൽക്കീൻ ആണ് തന്നേക്കുന്നത്. പി എന്ന് പറയുന്നതിനകത്ത് എന്താണ്? സിൻ ഡെറിവേറ്റീവ് ആണ് തന്നേക്കുന്നത്. ആൽക്കഹോൾ എന്താ പറയുന്നത്, ഹൈഡ്രോക്സൈഡ് അയോൺ തന്നിട്ടുണ്ട്. പിന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ തന്നിട്ടുണ്ട്. 43 ഡിഗ്രി സെൽഷ്യസ്. കെ പി എന്ന് പറയുന്നത് റിയാക്ഷൻ റേറ്റ്. നമുക്ക് എന്ത് കിട്ടുന്നു? എന്താ പറയുന്ന അസെറ്റിലിൻ ഡെറിവേറ്റീവ് കിട്ടുന്നു. ഓക്കെ, ദെൻ അല്ലെങ്കിൽ ഫിനൈൽ അസെറ്റിലിൻ കിട്ടുന്നു. ഓക്കെ, ക്യൂ എന്ന് പറയുമ്പോഴത്തേനും എന്താണ്? സോറി, ഇവിടെ സിൻ എന്നാണ് പറഞ്ഞത് അല്ലേ? ഇവിടെ ഇത് ആൻറ്റി ആൽക്കീനും സോറി അല്ല, സിൻ ആൻറ്റി എന്ന് പറയുന്നതിന് പകരം ഇത് സിസ് ഫോമും ഇത് ട്രാൻസ്ഫോമും. അങ്ങനെ എടുത്താൽ മതി. ക്യൂ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. OH മൈനസ് ഉണ്ട്. സെയിം കണ്ടീഷൻ തന്നെയാണ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. ഇതിനകത്ത് ഏതാണ് കൂടുതൽ റിയാക്റ്റീവ്, പെട്ടെന്ന് റിയാക്ഷൻ വരുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കൂടുതലുള്ളത് ഏതിനാണ്, അതുപോലെ തന്നെ ഏത് പാത്വേ വെച്ചിട്ടാണ് പ്രോഡക്റ്റ് കിട്ടുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. പി എന്ന് പറയുന്നത്, പിക്കകത്ത് ഇവിടെ എലിമിനേഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നതെന്ന് അറിയാലോ അല്ലേ? എന്താ സംഭവിച്ചത്? ഇവിടുത്തെ എന്താണ്? രണ്ട് സിഗ്മ ബോണ്ട് മാറിയിട്ട് ഒരു പൈ ബോണ്ടാണ് ഫോം ചെയ്തേക്കുന്നത്. ട്രിപ്പിൾ ആൽക്കൈൻ ആണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഒന്ന് എലിമിനേഷൻ റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് വെച്ച് എലിമിനേഷൻ ആണെന്നുള്ളത് പറയാൻ പറ്റും. ഇത് ഏത് ടൈപ്പ് എലിമിനേഷൻ ആണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഈ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ എച്ചും ബി ആറും തമ്മിൽ ആൻറ്റി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ എലിമിനേഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നടക്കും. ആൻറ്റി നിൽക്കുന്നതുകൊണ്ട് എലിമിനേഷൻ വളരെ ഈസി ആയിട്ട് നടക്കുന്നു. ഇത് E2 പാത്വേ വഴി നടക്കും. E2ൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന പോലെ തന്നെ രണ്ട് ലീവിങ് ഗ്രൂപ്പുകളും തന്നെ ആൻറ്റി ആയിട്ട് നിൽക്കണം എന്നുള്ളതാണ് E2ൻ്റെ കണ്ടീഷൻ. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇവിടെ E2 എന്ന് പറയുന്നത് പോസിബിൾ ആണ് അല്ലേ? അപ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് PH C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അസെറ്റിലിൻ കിട്ടും. അതിത് ഇനി നമുക്ക് നോക്കാം. പി എന്ന് പറയുന്നത് E2 പാത്വേ ആയിട്ട് പോകുന്നത് എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഡി നമുക്ക് കളയാൻ പറ്റും, സി കളയാൻ പറ്റും. ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി അടുത്ത ക്യൂ എന്നുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. ക്യൂ എന്നുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് PH ഈ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ലിവിങ് ഗ്രൂപ്പുകൾ രണ്ടും ആൻറ്റി ആയിട്ടല്ല നിൽക്കുന്നത്. ഓക്കെ, ആൻറ്റി ആയിട്ടല്ല നിൽക്കുന്നത്, അടുത്തടുത്താണ് നിൽക്കുന്നത്. അടുത്തടുത്ത് നിൽക്കുമ്പോഴത്തേനും കൂടുതലും E2 അങ്ങനത്തെ കേസുകൾ നടക്കാറുണ്ടെങ്കിൽ പോലും ഈ കേസിൽ അങ്ങനെ E2 വഴി നടക്കില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ഒരു കാർബീൻ ഫോം ചെയ്യും. കാർബീൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആദ്യം പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു. ബേസ് വന്ന് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവ് ചാർജ് Br. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മുടെ ലിവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലീവ് ചെയ്ത് പോകുന്നു. ഈ മെക്കാനിസം എന്താണ് ശരിക്കും പറഞ്ഞാൽ? E1CB അല്ലേ? എലിമിനേഷൻ കോഞ്ചുഗേറ്റ് ബേസ് ആണ് വരുന്നത്. എന്താണ് എലിമിനേഷൻ? യൂണിമോളിക്കുലർ കോഞ്ചുഗേറ്റ് ബേസ്. ഇതാണ് മെക്കാനിസം വരുന്നത്. അപ്പം നമുക്ക് PH H എന്ത് ഫോം ചെയ്തു? കാർബീൻ ഫോം ചെയ്തു. നെക്സ്റ്റ് റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. അതായത് ഈ ഇലക്ട്രോൺസ് ഈ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. നമ്മുടെ H ഇങ്ങോട്ടേക്ക് മാറുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് PH C ട്രിപ്പിൾ ബോണ്ട് CH. ഓക്കെ, അപ്പം E1CB എലിമിനേഷൻ വഴി നടക്കുന്നു. ഇത് സ്മൂത്ത് ആയിട്ട് നടക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് എന്താണ്? ആൻറ്റി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. അതുകൊണ്ട് റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് ദിസ് വൺ.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, അതായത് കെ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ കെ ക്യു ആണ്, അതൊരു കാര്യം. പിന്നെ ഈ കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ കാർബീനാണ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. കാർബീൻ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തതിന് ശേഷം റീഅറേഞ്ച്മെന്റ് നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൽക്കൈൻ കിട്ടുന്നത്. ഓക്കെ, ഒരെണ്ണം the first one follows E2 elimination and second one follows E1CB pathway. ഓക്കെ, അപ്പം ആൻസർ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ the major product A and B formed in the following transformations are. നമുക്ക് എന്താണ് പറയുന്നത്, ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയലാണ് തന്നേക്കുന്നത്. അതിനകത്ത് CL എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്, എക്സോ പൊസിഷനിലേക്കും, ആദ്യത്തെ കേസിൽ ഇവിടെ എൻഡോ പൊസിഷനിലേക്കും, അല്ലെങ്കിൽ താഴേക്ക് ആക്സിയൽ പൊസിഷനിലേക്കും ഇക്വിറ്റോറിയൽ പൊസിഷനിലേക്കും. എക്സോ എൻഡോ പറയുക നമ്മുടെ നോർമോണൽ സിസ്റ്റത്തിലാണ്. ഇവിടെ ആക്സിയൽ പൊസിഷനിലേക്കും ഇക്വിറ്റോറിയൽ പൊസിഷനിലേക്കുമാണ് നിൽക്കുന്നത്, ഇക്വിറ്റോറിയലിലേക്കും ആക്സിയലിലേക്കും. ഓക്കെ, അങ്ങനെയാണ് നിൽക്കുന്നത്. ബേസ് ആണ് രണ്ട് കണ്ടീഷനകത്തും കൊടുത്തിരിക്കുന്നത്, രണ്ട് കേസിലും ബേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ പറയാം, ഇവിടെ ഇത് നമ്മൾ പറയുന്നത് ഇക്വിറ്റോറിയൽ ആക്സിയൽ തന്നെയാണ്. എക്സോ എൻഡോ പറയുന്നത് നമ്മുടെ ഈ പറയുന്ന നോർമോണൽ സിസ്റ്റത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കുന്നു നോക്കാം. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കാണുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നമ്മൾ വലിയ എന്തോ ഒരു സാധനമാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇതിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തും അല്ലേ. ആക്ച്വലി ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് നമ്മളുടെ ലീവിങ് ഗ്രൂപ്പിൻ്റെ സിഗ്മ സ്റ്റാർ ഓർബിറ്റിൽ ഇവിടെ വരുന്നു നോക്കാം. സിഗ്മ സ്റ്റാറും ബ്രേക്ക് ചെയ്യേണ്ട ബോണ്ടും തമ്മിൽ പാരലലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സുഖമായിട്ട് നടക്കും. ഓക്കെ, റിങ് ഓപ്പണിങ് നടക്കും. എന്നിവിടെ പറയാം, നമ്മളുടെ ലീവിങ് ഗ്രൂപ്പ് ഇവിടെ നമുക്കറിയാം ഹാലജനാണ്, ക്ലോറിനാണ് ലീവിങ് ഗ്രൂപ്പ് എന്നറിയാം. ഈ ക്ലോറിൻ്റെ സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ നോക്കാം. നമുക്ക് നോക്കാം, ഇവിടുത്തെ സിഗ്മ സ്റ്റാർ ഓർബിറ്റലിലേക്ക് വേണം ബ്രേക്ക് ചെയ്യുന്ന ബോണ്ട് ഇലക്ട്രോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത്തിരി ഇവിടെ ഇങ്ങനെ വരും, ഇത് ഇങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇനിയും ഇവിടുത്തെ സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇങ്ങനെയാണ് നിൽക്കുക. ഓക്കെ, ഇതിന് പാരലലായിട്ടോ ആണ് ബ്രേക്ക് ചെയ്യുന്ന ബോണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് റിംഗ് ഓപ്പണിംഗ് നടക്കും, അല്ലെങ്കിൽ റിംഗ് ഓപ്പണിംഗ് നടക്കില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ എന്താണുള്ളത്, ബേസ് ആണുള്ളത് അല്ലേ. ബേസ് വരുമ്പോൾ ബേസ് എന്ത് ചെയ്യും, ബേസ് എന്ത് ചെയ്യാനാണ് സാധ്യത, ബേസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യാണ്. പക്ഷേ ഏത് കേസിൽ അത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യും എന്നുള്ളത് നോക്കണം. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ അറിയാം നൈട്രജനിന് ലോൺ പെയർ ഉണ്ട്. ഓക്കെ, നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. ഇവിടെ രണ്ട് കേസിലും നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും റിംഗ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് റിംഗ് ഓപ്പണിങ്ങിനുള്ള സാധ്യത വരേണ്ടത്? ഈ സിഗ്മ സ്റ്റാറിന് പാരലലായിട്ട് ബോണ്ട് വരുന്ന രീതിയിൽ ഉണ്ടോ നോക്കാം. നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിട്ട് മാറും, ഇത് എൻ ഡബിൾ ബോണ്ട് എന്നായിട്ട് മാറും. ഓക്കെ, ദെൻ ഈ ബോണ്ടാണ് എന്തായാലും ബ്രേക്ക് ആവേണ്ടത്. ആ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഇത് തമ്മിൽ പാരലായിട്ട് വരില്ലേ? ഇത് തമ്മിൽ പാരലായിട്ട് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഇങ്ങോട്ടേക്ക് സിഗ്മ സ്റ്റാറിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി CLന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, അപ്പം ഈ ബോണ്ട് ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് ഇതിൻ്റെ സിഗ്മ സ്റ്റാർ പാരലലായിട്ടുള്ള സിഗ്മ സ്റ്റാർ ഓർബിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതെന്ത് അതിൻ്റെ ആ CLന് പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. ബോണ്ട് ബ്രേക്കിംഗ് നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഈ കേസിൽ നോക്കാം, ഇതെന്താണ്, ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ ലോൺ പെയർ ഉണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് നടക്കാം. ഇങ്ങോട്ടേക്ക് നടന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്, ഇവിടെ അല്ല ഈ ഓർബിറ്റിൽ വരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ നടന്നാലോ, ഇവിടെ ഇത് തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോകും. അവിടെയും ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ ഓർബിറ്റിൽ വരുന്നില്ല. അതുകൊണ്ട് ബോണ്ട് ബ്രേക്കിംഗ് പോസിബിൾ അല്ല. ഓക്കെ, ബോണ്ട് ബ്രേക്കിംഗ് പോസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ റിംഗ് ഓപ്പണിംഗ് പോസിബിൾ അല്ല. അപ്പം ഇവിടുത്തെ കേസിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ബേസ് വിൽ അബ്സ്ട്രാക്ട് എ പ്രോട്ടോൺ ഫ്രം ദിസ് പൊസിഷൻ ആൻഡ് വിച്ച് വിൽ റിസൾട്ട്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ടു ദിസ് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, CL പുറത്തേക്ക് പോകുന്നു. അപ്പം ഈ കേസിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്
എൻ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നോക്കിയേ 1 2 3 4 5 6. ദെൻ ഇവിടെ എന്താണ് ആക്ച്വലി ഇത്രയും ഭാഗം ഇതിൻ്റെ അടുത്ത നമ്പറിങ് ചെയ്യാം. ഫ്യൂസ് ചെയ്ത റിംഗ് ആണ് വരുന്നത്. 1 2 3 4 5 6. നമ്പർ എണ്ണം തെറ്റിയോ നമ്മളൊന്ന് നോക്കിയേ. ഇത് ഇത്രയും പാർട്ട് 6 ആണ്. 1 2 3 4 5 6. ദെൻ ഈ പാർട്ട് എന്ന് പറയുമ്പോൾ 1 2 3 4 5. ഓക്കെ, 5 മെമ്പേർഡും 6 മെമ്പേർഡും ഫ്യൂസ്ഡ് ആയിട്ടുള്ള റിംഗ് ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ബി എന്ന് രണ്ടാമത്തെ സെക്ഷൻ ബി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 5 മെമ്പേർഡ് 6 മെമ്പേർഡ് ഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന നൈട്രജൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. ഈ ഒരു കേസ് നോക്കിയേ. ഇതിനകത്ത് ഈ പാർട്ടില്ല കേട്ടോ, അറിയാതെ മിസ്റ്റേക്ക് പറ്റിയതാണ്, ഇതില്ല. അപ്പം നോക്കിയേ 1 2 3 4 5 അല്ലേ, 1 2 3 4 5 5 മെമ്പേർഡ്. ദെൻ 1 2 3 4 5 6 അല്ലേ, 5 മെമ്പേർഡ് 6 മെമ്പേർഡ് ഫ്യൂസ്ഡ് ആയിട്ട് വരുന്നത്. ഇതിപ്പം ഇത് എ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കളയാൻ പറ്റും, കാര്യം അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല. ഇത് പറ്റും. ബി സാധ്യതയുള്ളതാണ്, സി സാധ്യതയുള്ളതാണ്, പിന്നെന്താണ് ഡിയും സാധ്യതയുള്ളതാണ്. അപ്പം 3 ഓപ്ഷൻസ് സാധ്യതയുള്ളതുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? ഈ എൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ ബോണ്ട് ബ്രേക്ക് ആവുന്നു അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. എൻ അല്ലേ, ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറി. ഓക്കെ, ഇതും ഡബിൾ ബോണ്ട് ആക്കി മാറി അല്ലേ. ദെൻ ഇത് സിംഗിൾ ബോണ്ട് അല്ല, സോറി ഒറ്റ ബോണ്ടായിട്ടല്ല നിൽക്കുന്നത്, 2 ബോണ്ടാണ്. ഞാൻ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരയ്ക്കാം. അല്ലേ, നോക്കി, 1 2 3 4 5 അത് തന്നെയല്ലേ നോക്കി. ഇവിടെ 1 2 3 4 5 മെമ്പേർഡ് റിങ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങനെ കൊടുക്കാം, 5 മെമ്പേർഡ് റിങ് അല്ലേ. അതിനകത്ത് നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്, ആ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല, ലോൺ പെയർ ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നൈട്രജന് പോസിറ്റീവ് ചാർജ്. നൈട്രജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന തൊട്ടടുത്ത കാർബണിലേക്ക് ഡബിൾ ബോണ്ട് വന്നു അല്ലേ, ഡബിൾ ബോണ്ട് വന്നു. അതിനെ നമുക്ക് 2 എന്ന് കൊടുത്താൽ 3 സോറി ഇങ്ങനെ തന്നെ പോട്ടെ, 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. 5ൽ എന്തുണ്ട്? 5ൽ ക്ലിയർ അല്ലേ? 1 2 3 1 2 3. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഇതും സി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് കിട്ടി. അത് ആക്ച്വലി എഴുതി വന്നതിനകത്തുള്ള മിസ്റ്റേക്കാണ്, വരച്ചു വന്നതിലുള്ള മിസ്റ്റേക്കാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരും ഉണ്ടോ, ഇത് തന്നെയാണ്, വരച്ചതിലുള്ള മിസ്റ്റേക്കാണ്. അപ്പം ഇതാണ് നമ്മുടെ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.
നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ ബേസ് വന്നാലും എലിമിനേഷൻ റിയാക്ഷൻസിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം റിംഗ് ഓപ്പണിംഗ് സാധ്യതയാണോ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിനുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ സിഗ്മ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോഴത്തേനും ആ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ട് മാറും. സ്വാഭാവികമായിട്ടും ബോണ്ട് ബ്രേക്കിംഗ് ആണ് നടക്കുക. അപ്പം സിഗ്മ സ്റ്റാർ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് പോകാനുള്ള ഓർബിറ്റൽ, അതായത് കറക്റ്റ് പാരലായിട്ട് ഏത് ബോണ്ടാണോ ബ്രേക്ക് ചെയ്യേണ്ടത് അതിന് പാരലായിട്ട് സിഗ്മ സ്റ്റാർ ഓർബിറ്റൽ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഓർബിറ്റൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. അല്ലാതെ നടക്കുന്നുണ്ടെങ്കിൽ യൂഷ്വൽ എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും നടക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് വണ്ണിൽ എന്ത് ചെയ്യുന്നത് റിംഗ് ഓപ്പണിംഗ് നടക്കുന്നതും സെക്കൻഡ് വണ്ണിൽ യൂഷ്വൽ എലിമിനേഷൻ നടക്കുന്നത്. റിംഗ് ഓപ്പണിംഗ് നടക്കാതെ സാധാരണ എലിമിനേഷൻ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Moving to next question. The major product formed in the following reaction. നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്. ആൽക്കീൻ substituted with phenyl group and trimethylsilane group on reaction with iodine molecule in presence of dichloromethane at 0 degree Celsius. ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ജൂൺ 2024 ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, നമ്മൾ ആൽക്കീൻ ബ്രോമിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ആൽക്കീൻ അയഡിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ബ്രോമിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് അയഡോണിയം, ബ്രോമിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് ബ്രോമോണിയം അയോൺ. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു, അയഡിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് അയഡോണിയം അയോൺ, അതായത് സൈക്ലിക് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അയഡോണിയം അയോൺ എന്ന് പറയുന്നത് സൈക്ലിക് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, SiMe3 PH I പോസിറ്റീവ് ചാർജ്. ഓക്കെ ഓക്കെ ഇതിനെ വേണം മെക്കാനിസം ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, PH ഡബിൾ ബോണ്ട് SiMe3 ആണ്. എന്ത് സംഭവിക്കും, അയഡിൻ മോളിക്യൂൾ ആണ് അല്ലേ. അയഡിൻ മോളിക്യൂൾ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതായത് ഈ അയഡിൻ എന്ന് പറയുന്ന ഒരു അയഡിൻ ലീവ് ചെയ്ത് പോകുന്നു, I+ ആണ് നിൽക്കുന്നത്, I+ ആയിട്ട് റിങ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു, ഇത് ലീവ് ചെയ്ത് പോകുന്നു, ഇതിൻ്റെ ലോൺ പെയർ ആണ് ഇവിടെ റിങ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുമൂലം എന്ത് സംഭവിച്ചു, ഐക്ക് പോസിറ്റീവ് ചാർജ് വരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അയഡോണിയം അയോൺ ആകുമ്പോഴത്തേക്കും അത് ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, ചാർജ് ഇല്ലാതെ ആകാനായിട്ട് ശ്രമിക്കും. കാര്യം ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് എല്ലാം തന്നെ അൺസ്റ്റേബിൾ ആയിരിക്കും, അത് എപ്പോഴും സ്റ്റെബിലൈസ്ഡ് ആകാനായിട്ട് ശ്രമിക്കും. ഇനിയും നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയ I- ഉണ്ട് അല്ലേ, ആ I- എന്ന് പറയുന്നത് എവിടെ അറ്റാക്ക് ചെയ്യും, എങ്ങനെയായിരിക്കും റിംഗ് ഓപ്പണിംഗ് നടക്കുക. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വി ഹാവ് ട്രൈമീഥൈൽ സിലൈൽ ഗ്രൂപ്പ് ആൻഡ് PH ഗ്രൂപ്പ്, റൈറ്റ്. ട്രൈമീഥൈൽ സിലൈൽ ഈസ് എൻ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അതെന്ത് സംഭവിക്കും, അത് ഇറ്റ് വിൽ ഡൊണേറ്റ് ദ ഇലക്ട്രോൺ ടു ദിസ് കാർബൺ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റിംഗ് ഓപ്പണിംഗ് നടന്നാൽ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും, SiMe3 സാധിക്കും. Therefore അന്നേരം നമുക്ക് റിംഗ് ഓപ്പണിംഗ് നടന്നിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നാൽ ഇങ്ങനെയായിരിക്കും, അയഡിൻ, ഓക്കെ, SiMe3, ഓക്കെ, I-. ഇനി ഒരു കാര്യം, നമുക്ക് സ്റ്റീരിയോ കെമിസ്ട്രി ഇതിൻ്റെ അറിയേണ്ടതുണ്ട്. ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിനും I- അല്ല I, ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റീരിയോ കെമിസ്ട്രി തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് പോവാം. ഇപ്പം നമുക്കറിയാം, അതായത് ഈ ഒരു ആൽക്കീൻ എന്ന് പറയുന്നത് ട്രാൻസ് ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ട്രാൻസ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ അയഡോണിയം അയോൺ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അതായത് ട്രാൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒരെണ്ണം ഒരു പ്ലെയിനിലാവുമ്പോഴത്തേനും മറ്റേ ഗ്രൂപ്പ് എന്ന് പറയുന്ന വേറൊരു പ്ലെയിനിലായിരിക്കും വരിക. അപ്പം നമ്മളായിട്ട് അങ്ങ് കൊടുക്കുകയാണ്, PH എന്ന് പറയുന്നത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. നിങ്ങൾക്ക് PH ബാക്കിലോട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. PH ഫ്രണ്ടിലോട്ടും SiMe3 ബാക്കിലോട്ടും നിൽക്കുന്ന രീതിയിലാണ് അയഡോണിയം അയോൺ ഫോം ചെയ്തതെന്ന് വിചാരിക്കാം. I- അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോം ചെയ്യുന്ന ഈ ഒരു സ്പീഷീസ് അതിനകത്ത് എന്താണ്, PH ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഇവിടുത്തെ H എങ്ങനെയായിരിക്കും, അത് ബാക്കിലോട്ടായിരിക്കും. ഇവിടുത്തെ H എങ്ങനെയായിരിക്കും, ഇത് ഫ്രണ്ടിലോട്ടായിരിക്കും. ഓക്കെ, നമുക്കിനി ഇതിനെ എന്താണ് പറയുന്നത്, നമ്മുടെ സോഹോസ് ഫോമിലേക്ക് ഒന്ന് എഴുതി നോക്കിയാലോ. ആദ്യം സാധാരണ പോലെ വേണമെങ്കിൽ എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫോമിലേക്ക് മാറുന്ന സമയത്ത് PH നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നു. PH ഫ്രണ്ടിലേക്ക്, H ബാക്കിലേക്ക്, I പ്ലെയിനിൽ. ഇവിടെ SiMe3 ബാക്കിലേക്ക്, H ഫ്രണ്ടിലേക്ക്, I പ്ലെയിനിൽ.
ഓക്കെ, ഇതിനെ സോഹോസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അതായത് മെയിൻ നെറ്റിൻ്റെ കോച്ചിങ് എടുക്കുന്നവർക്ക് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഡിസ്കസ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ സോഹോസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡാഷിലേക്ക് വരുന്നത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലും വെഡ്ജായിട്ട് നിൽക്കുന്നത് എപ്പോഴും ഫ്രണ്ട് സൈഡിലും കൊടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ പ്ലെയിനിലുള്ളതിനെ നമ്മൾ ഐ എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്താൽ ഡാഷിലേക്കുള്ളത് ലെഫ്റ്റ് സൈഡിൽ, വെഡ്ജായിട്ട് കൊടുക്കുന്നത് റൈറ്റ് സൈഡിൽ. ദെൻ നമ്മളെപ്പോഴും കൊടുക്കുന്നത് ഈ ഒരു പ്ലെയിനിലുള്ളത് രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് പോലെ ആയിരിക്കും അല്ലേ. ഇത് പ്ലെയിനിലുള്ളതായിരിക്കും, ഇവിടെയും പ്ലെയിനിലുള്ളതായിരിക്കും. അപ്പം വീണ്ടും ഇവിടെ ഐ, ഇവിടേക്ക് ലെഫ്റ്റിലേക്ക് SIME3, റൈറ്റിലേക്ക് H. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ ഇത്രയും നമുക്ക് കിട്ടി. നമ്മളുടെ പ്രോഡക്റ്റ് നോക്കിയേ, പ്രോഡക്റ്റ് വീണ്ടും ഒരു ആൽക്കീനാണ് അല്ലേ. അപ്പം ആ ആൽക്കീൻ എങ്ങനെയായിരിക്കും ഫോം ചെയ്തേക്കുന്നത് എന്നുള്ളത് നോക്കണം. അത് നോക്കണം എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും പോസിബിൾ ആവുന്ന ആൽക്കീൻ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒന്ന് ഈ SIME3 ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ അയഡിൻ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഉള്ള ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ടും തമ്മിൽ പാരലൽ ആയിരിക്കണം. ഓക്കെ, ഈ SIME3 ഐയും പാരലൽ ആവുന്ന രീതിയിൽ വരണം. അല്ലെങ്കിൽ വേറെ രീതി പറയാം, അതായത് SIME3 കൊടുക്കുന്ന എന്താ പറയുന്നത്, നമ്മുടെ SIME3യുടെ കൊടുക്കുന്ന ഇലക്ട്രോൺസ് അല്ലെ ബോണ്ടിന്റെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സിഗ്മ സ്റ്റാറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ സിഗ്മ സ്റ്റാറിലേക്ക് പോകുള്ളൂ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ റൊട്ടേഷൻ പോസിബിൾ ആണ്. എന്ത് ചെയ്യാം, നമ്മളൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഈ ബോണ്ടിനെ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ SIME3 കുറച്ച് ഈ ഒരു പൊസിഷനിലേക്ക് പോവും. ഓക്കെ, SIME3 ഈ ഒരു പൊസിഷനിലേക്ക് പോവും. ദെൻ നമ്മുടെ H എന്ന് പറയുന്നത് എവിടേക്ക് വരും, താഴേക്ക് വരും. ഐ എന്ന് പറയുന്നത് മുകളിലേക്ക് വരും. ഓക്കെ, കൊടുക്കാം. ഐ, H, PH, ഐ ഇവിടെ, SIME3 ഇവിടെ, H ഇവിടെ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി എന്ത് സംഭവിക്കാം, ഈ SIME3ക്ക് എന്താണ് പറയുന്നത്, ഇവിടെ നിന്നുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും, ഇത് പുറത്തേക്ക് പോവാം. ഓക്കെ, പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ നിൽക്കുന്ന ഗ്രൂപ്പുകൾ രണ്ടും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഐ എന്ന് പറയുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഡാഷ് സൈഡിലേക്ക്. ഇവിടെ PH എന്ന് പറയുന്ന റൈറ്റ് സൈഡിലാണ് വരുന്നത്, വെഡ്ജ് സൈഡിലേക്ക്. അതായത് ഐയും PHും ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കണം. അതായത് നമ്മൾ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്ത് വന്നതുപോലെ തന്നെ ഇവിടെ PHും SIME3യും രണ്ടും ട്രാൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കൊടുത്തു. എങ്ങനെ കൊടുത്തു, PHനെ ഫ്രണ്ടിലോട്ടും SIME3യെ ബാക്കിലോട്ടും കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, നമ്മൾ ഈ സോഹോസ് ഫോമിൽ നോക്കുമ്പോൾ നമുക്കറിയാം PH റൈറ്റ് സൈഡിലേക്ക് വരച്ചേക്കുന്നതൊക്കെ എപ്പോഴും വെഡ്ജ് ഷേപ്പിലും ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഡാഷിലുമാണ് നിൽക്കുന്നത്, ബാക്കിലേക്ക് വരയ്ക്കും നിൽക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ PH ഐ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പം എന്ത് പ്രോഡക്റ്റ് കിട്ടും, നമുക്ക് ട്രാൻസ് ആയിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്. ആൻസർ എന്ന് പറയുന്നത് A ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഫോർ ഹൈഡ്രേറ്റ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഈസ്. നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് പറയുന്നത്, ഡയോളാണ്, ഹൈഡ്രേറ്റ് ജെമിനൽ ഡയോളാണ് നമുക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രേറ്റ് ഫോം. അതായത് കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുന്നത്, എന്ത് സംഭവിക്കാം, ഡയോള് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഡിസോസിയേഷൻ, അതായത് തിരിച്ച്, അതായത് ഈ ഡയോള് ജെമിനൽ ഡയോൾ എന്ന് പറയുന്നത് തിരിച്ച് കീറ്റോൺ ആകാനുള്ള റേറ്റ്, എത്രത്തോളം കൂടുതൽ റേറ്റ് കറക്റ്റ്, അതിൻ്റെ ഡിസോസിയേഷൻ ഓരോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന സമയത്ത് ഏത് റേറ്റിലായിരിക്കും പോവുക, ഏതായിരിക്കും കൂടുതൽ നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത, ഏതായിരിക്കും കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് 3 ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നിട്ടുണ്ട് അല്ലേ. ഒന്ന് എന്താ പറയുന്നത്, ആൽഡിഹൈഡ് വരുമ്പോൾ, അസറ്റാൽഡിഹൈഡ് വരുമ്പോഴത്തേനും
ട്രൈക്ലോറോസിറ്റാൽഡിഹൈഡ് വന്നാൽ പിന്നെ ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ളത് കീറ്റോൺ വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതായിരിക്കും കൂടുതൽ നന്നായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുക, ഏതായിരിക്കും കുറച്ച് ഡിസോസിയേറ്റ് ചെയ്യുക, പെരിയെ ഡിസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യം 2024 ജൂണിലും ചോദിച്ചിരുന്നു, ഡിസംബറിലും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റിന് വരും, സെക്കൻഡിൽ തുടങ്ങാം. സെക്കൻഡിൽ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ സെക്കൻഡിൽ എന്തുണ്ട്, CCl3 ആണ്. CCl3 എന്ന് പറയുന്നത് അതിനകത്ത് ക്ലോറിൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂന്റ് വരുമ്പോഴത്തേന് ഇപ്പം CCl3 വരുന്നു, ഇവിടെ H വരുന്നു. ഓക്കെ, എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ടേക്ക് ദ പ്രോട്ടോൺസ്, അതായത് നമ്മളുടെ C ഡബിൾ ബോണ്ട് ഓൾറെഡി ഓക്സിജൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. അതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് പുള്ളി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് CCl3 വരുമ്പം അതും ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസിനെ പുള്ളി ചെയ്യും. അതുവഴി ഇവിടുത്തെ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നടക്കും. അതുകൊണ്ട് ഇതിന്റെ അതായത് CCl3 വരുന്ന സമയത്ത് ഇവിടുത്തെ എന്താ പറയുന്നത് ഈ ഒരു ഫോമിലേക്ക് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതേസമയം അതായത് ഈ ന്യൂക്ലിയോഫൈൽ വന്ന് വാട്ടർ എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ പോലും ഇവിടുത്തെ പോസിറ്റീവ് ചാർജിന്റെ ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടന്നിട്ട് ബാക്ക്വേർഡ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും, Q ആണ് ഏറ്റവും കുറച്ച് ഡിസോസിയേറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത. എന്ന് വെച്ചാൽ ഈ ഒരു ഫോമിൽ നിന്ന് തിരിച്ച് ഈ ഒരു ഫോമിലേക്ക് എത്താനായിട്ട് ഏറ്റവും സാധ്യത കുറവുള്ളത് Q-നായിരിക്കും കമ്പയർഡ് ടു R and P. അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് ഒരേ ഒരു കേസിൽ മാത്രമേ ഉള്ളൂ, B ഉള്ളൂ. നമുക്ക് എക്സാമിന്റെ സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും, കൂടുതൽ സമയം എടുക്കാതെ തന്നെ. ഓക്കെ, Q എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് P-യുടെ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാവാനുള്ള കാരണം, ആറിന്റെ റേറ്റ് കുറവാകാനുള്ള കാരണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് കേസിൽ നമുക്കറിയാം ഇവിടെ എന്താ പറയുക, CH3, ഇവിടെ ഒരു CH3 മാത്രമേ ഉള്ളൂ. ഈ കേസിൽ എന്താണ്, ഇവിടെ CH3 ഉണ്ട്, PH ഉണ്ട്, CH3യും PH ഉണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇവിടെ ബൾക്കിനെസ് കൂടുതലായിരിക്കും. അതായത് CH3യും Pയും വരുമ്പോഴത്തേനും ബൾക്കിനെസ് കൂടുതലാണ് കമ്പയർഡ് ടു ദിസ് അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബൾക്കിനെസ് കൂടുതലായിരിക്കും. അപ്പൊ ന്യൂക്ലിയോഫൈലിന്റെ അറ്റാക്ക് നടക്കാന്ന് പറയുന്നത് അത്രയും ഈസി ആയിരിക്കത്തില്ല P വെച്ച് നോക്കുമ്പോഴത്തേനും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് ഇവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നന്നായിട്ട് നടക്കുക. ഓക്കെ, ഈ ഒരു റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നന്നായിട്ട് നടക്കുക കമ്പയർഡ് ടു ഈ തിരിച്ചുള്ള അറ്റാക്കും. അതുകൊണ്ടാണ് R എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, Rന് കൂടുതൽ റിയാക്ടിവിറ്റി വരുന്നത്. ഇതിന് എന്താണ് കുറച്ചുകൂടെ R-നേക്കാൾ കുറച്ചുകൂടെ കുറവായിരിക്കും, അല്ലെ ഡിസോസിയേഷൻ കുറച്ചുകൂടെ റേറ്റ് കുറവായിരിക്കും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ കേസിൽ CCl3 ഉള്ളത് കൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കും. കാര്യം എന്താണ്, ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂടുന്നത് കൊണ്ട്. അതുകൊണ്ടാണ് അത് ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആവുന്നതിന് കാരണം, Q എന്നുള്ള രീതിയിൽ. ഇനി അടുത്ത കേസിൽ, രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ ബൾക്കിനെസ് കൂടുതലാണ്. ബൾക്കിനെസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇങ്ങനെ വാട്ടർ മോളിക്യൂൾ വന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് അത്രയും എളുപ്പത്തിൽ നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ കുറവായിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക. അതായത് കീറ്റോണായിട്ട് തന്നെ നിലനിൽക്കാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മുടെ ഈ പറയുന്ന Pക്ക് കുറച്ചുകൂടെ ഫോർവേഡ്, അതായത് ഈ കീറ്റോണായി മാറാനുള്ള ടെൻഡൻസി കുറച്ചുകൂടെ ആറിനേക്കാൾ കുറച്ചുകൂടെ കുറവായിരിക്കും. ഓക്കെ, ആറായിരിക്കും ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക, ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രൊസീഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ ആറായിരിക്കും നന്നായിട്ട് പോവുക, എന്തിനേക്കാട്ടിൽ കൂടുതൽ, P-യേക്കാൾ കൂടുതൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ സിമിലർ ക്വസ്റ്റ്യൻ ഓരോ തവണയും കൂടെ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചത് ഡിസംബറിലാണ് ചോദിച്ചേക്കുന്നത്, സെയിം ക്വസ്റ്റ്യൻ തന്നെ. Okay. Next question, for the reaction of RBr with sodium ethoxide ethanol, the correct match for the R group in column P with relative rates in column Q is. R എന്ന് പറയുന്നത് CH3 CH2 ആവുന്ന സമയത്ത് റിലേറ്റീവ് റേറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കൊടുത്താൽ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും റേറ്റ് ഓഫ് ദ റിയാക്ഷൻ വേരി ചെയ്യുന്നത്? അതിനെ അത്ര വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കാനില്ല.
നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, മാച്ചിങ് ഓപ്ഷൻസ് ആയിട്ട്. അതിനകത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നേക്കുന്നത് എന്താണ്? സോഡിയം ഈതോക്സൈഡ് ആണ് തന്നേക്കുന്നത്. സോഡിയം ഈതോക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? സ്ട്രോങ് ബേസ് ആണ് അല്ലേ? ഇവിടെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് സ്ട്രോങ് ബേസ് ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം? ഇത് ഏത് റിയാക്ഷൻ ആവാം? SN2 റിയാക്ഷൻ ആയിരിക്കാം. സ്ട്രോങ് ബേസ് വരുമ്പോഴത്തേന് ഉറപ്പായിട്ടും അത് SN2 റിയാക്ഷൻ ആയിരിക്കും. കാര്യം വീക്ക് ബേസ് വന്നാലേ SN1 റിയാക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുകയുള്ളൂ. അപ്പോൾ SN2 റിയാക്ഷൻ്റെ കേസിൽ നമുക്കറിയാം ഏത് ഓർഡറിലാണ് റിയാക്ഷൻ നടക്കുക. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ്? ബൾക്കിനെസ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് നമുക്കറിയാവുന്ന ഫാക്ടർ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ബൾക്കിനെസ് ഓഫ് ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിന്റെ ബൾക്കിനെസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുമ്പം ഏറ്റവും ലെസ് ബൾക്കിയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാ? CH3 ഗ്രൂപ്പ് അല്ലേ? CH3 ആണ് ലെസ് ബൾക്കിയർ ആയിട്ട് വരുന്നത്. ദെൻ CH3 CH2 അതിനുശേഷം CH3 CH2 ദെൻ CH3 CCH2. ഈ ഒരു ഓർഡർ ആണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് തെറ്റാനുള്ള ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ലീസ്റ്റ് ആയിട്ടുള്ളതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് 4.2 × 10⁻⁻6 ആണ്. മൈനസ് എന്നുള്ള വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. -6 വരുന്നത് കൊണ്ട് അപ്പം ഏറ്റവും ലെസ് റിയാക്റ്റീവായിട്ട് വരുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. 4.2 × 10⁻⁻6 ആണ്. ഏറ്റവും ലെസ് റിയാക്റ്റീവായിട്ട് വരുന്നത് ഏതാണ് വരുന്നത്? ഏറ്റവും ബൾക്കിയർ ആയിട്ടാണ് വരുന്നത്. ഏറ്റവും ബൾക്കിയർ എന്ന് പറയുമ്പോഴത്തേക്കും D ആണ് ഏറ്റവും ബൾക്കിയർ. സോ D എന്ന് പറയുന്നത് 1. D = 1 വരുന്ന രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഇതും ഇതും. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബൾക്കിനെസ് കുറവുള്ളതോ CH3 ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ വാല്യൂ അതിനാണ് വരുന്നത്. A = 4. അപ്പോഴേ തന്നെ നമുക്ക് ആൻസർ കിട്ടി. എന്താണ്? ഇതാണ് നമ്മുടെ A എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ഓർഡർ ഏതാണ് വരുന്നത്? CH3 CH2 ഇതിനെ വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ബൾക്കിനെസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. 0.28 വരും അല്ലേ? 0.28 ദെൻ 0.03. അപ്പം A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഡിസംബർ 24 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് ചോദ്യം തന്നെയാണ്. അതിനകത്ത് നോക്കിയേ, ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം ദ കറക്റ്റ് മാച്ച് ഫോർ ദ കാർബണൈൽ കോമ്പൗണ്ട് ഇൻ കോളം P വിത്ത് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K ഇൻ കോളം Q ഈസ്. അതായത് ഇവിടെയും ഇതെന്താ തിരിച്ച് റിയാക്ഷൻ കൊടുത്തു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതായത് ഒരു കീറ്റോൺ അല്ലെങ്കിൽ ആൽഡിഹൈഡിനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ജെം ഡയോൾ ഫോം ചെയ്യുന്നുണ്ട്, ജെമിനൽ ഡയോൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ജെമിനൽ ഡയോൾ ഫോർമേഷൻ്റെ റേറ്റ് എത്രത്തോളം കൂടുതലായിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്ന സമയത്ത് ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് കൂടുതലായിരിക്കും, ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നന്നായിട്ട് നടക്കും എന്ന് പറഞ്ഞു അല്ലേ? ഈ കേസിൽ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നന്നായി നടക്കും. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടുതലുള്ളത് ഏതാണെന്ന് നോക്കാം. ഏതാണ് ഇവിടെ കൂടുതലുള്ളത്? CF3 ഉണ്ട്, പിന്നെ CCl3CHO ഉണ്ട്, CH3CHO ഉണ്ട്. നമുക്കറിയാം രണ്ട് ട്രൈഫ്ലൂറോ ഗ്രൂപ്പ് വരുന്നതുണ്ട്. അപ്പോൾ അതായിരിക്കും സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് വരുന്നത്. അപ്പം അതിനായിരിക്കും എന്ത് വരിക? ഹയസ്റ്റ് വാല്യൂ വരുന്നത്. പിന്നെ ആൻസർ എഴുതുന്ന നേരം നമ്മൾ തിരക്ക് കൂട്ടരുത്, ഓപ്ഷൻസ് ശരിക്കും നോക്കുക. ഇവിടെ 2000 കാണുമ്പോൾ അതിലേക്ക് ചാടി വീഴരുത്. ഇവിടെ 1.2 1.06 2000 എന്ന് കാണുമ്പോൾ ഇതിലേക്ക് ചാടി വീഴാൻ ടെൻഡൻസി ഉണ്ട്. പക്ഷെ നോക്കി ഇവിടുത്തെ പവർ നോക്കി 1.2 × 10⁻6 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഇതായിരിക്കും. ഈ ഒരു റിയാക്ഷൻ ഫോർവേഡായിട്ട് നടക്കാനായിട്ട് ഏറ്റവും സാധ്യത കൂടുതലെന്ന് പറയുന്നത് C = I വരുമ്പോഴത്തേക്കാണ്. ഓക്കെ, അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ ഏതായിരിക്കും കൂടുതൽ വരുന്നത്? CCl3CHO. കാര്യം അതാണ് കുറച്ച് CCl3CHO ആണ് എന്താണ് കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ്. CH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. അപ്പം ഇതായിരിക്കും കുറച്ചുകൂടെ റിയാക്റ്റീവ് ആവുന്ന. B എന്ന് പറയുന്നത് 3, A എന്ന് പറയുന്നത് 2. B3യും A2വും വരുന്നത് എത്രാമത്തെ ഓപ്ഷനാണ്? സെക്കൻഡ് ഓപ്ഷനാണ് ഇതിനകത്തെ കറക്റ്റ് ആൻസർ. നോക്കിയേ, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വർഷം തന്നെ രണ്ട് പാതയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരേ ക്വസ്റ്റ്യൻ തന്നെ, സെയിം ക്വസ്റ്റ്യൻ തന്നെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂന്റിന് ഉണ്ടാകുന്ന ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതും ഈ ഒരു സബ്സ്റ്റിറ്റ്യൂന്റിൽ വന്ന ഡിഫറൻസ്. ഓക്കെ, അപ്പം
2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഹോമോ ഓഫ് ദ ഇന്റർമീഡിയറ്റ് ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന ഇന്റർമീഡിയറ്റിന്റെ ഹോമോ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണ്. ഇതിനകത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, എൻ ബ്യൂട്ടൈൽ ലിഥിയം തന്നിട്ടുണ്ട്. എൻ ബ്യൂട്ടൈൽ ലിഥിയം ഈസ് എ ബേസ് അല്ലേ, ബേസ് ആണ്. ഇതിനകത്ത് അസിഡിക് പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ആയിരിക്കും. 2 ഡബിൾ ബോണ്ടിന് അടുത്തിടയ്ക്ക് സെൻട്രലിൽ വരുന്ന ഈ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്നത് അസിഡിക് പ്രോട്ടോൺ ആയിരിക്കും. ദെൻ എൻ ബ്യൂട്ടൈൽ lithium will abstract a proton from here, അന്നേരം will results in a negative charge. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോസൈക്ലിക് റിയാക്ഷനകത്ത് ഇവിടെ റിംഗ് ഫോർമേഷൻ ആണ് നടക്കുന്നത്. എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. 1 അല്ലേ, 1 2, ഇവിടുത്തെ 2 4 6 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. 6 ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിംഗ് ഫോർമേഷനകത്ത് എത്ര ബോണ്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? 1 2 3 4 5 ബോണ്ട്സ് ആണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കി, 5 ബോണ്ട്സ് അല്ല 5 ആറ്റംസ്, 5 കാർബൺ ആറ്റംസ് ആണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്. ഓപ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് എത്ര ഉണ്ട്? 5 കാർബൺ ആറ്റംസ് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് നോട്ട്സ് ഉള്ളതുണ്ട്, നോട്ട്സ് ഇല്ലാത്തതുണ്ട്. ഓക്കെ, നോട്ട്സിൻ്റെ എണ്ണം അനുസരിച്ച് അതിൻ്റെ ഹോമോ ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്റർമീഡിയറ്റിൻ്റെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 5 കാർബൺ ഇൻവോൾവ് ചെയ്തേക്കുന്ന എത്ര സിസ്റ്റമാണ് വരുന്നത്? 5 കാർബൺ ഇൻവോൾവ് ചെയ്തേക്കുന്ന 6 പൈ ഇലക്ട്രോൺ റിയാക്ഷൻ ആണ് വരുന്നത്. അപ്പം നമുക്ക് Ψ1 Ψ2 Ψ3 കൊടുക്കാം. 6 ഇലക്ട്രോൺസ് ആയതുകൊണ്ടാണ് Ψ1 Ψ2 Ψ3 എന്ന് മാത്രം പറഞ്ഞത്. Ψ1 Ψ2 Ψ3 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് 2 4 6. ഓക്കെ, എന്തായിരിക്കും ഇതെന്ന് പറയുന്നത്? ഇതായിരിക്കും ഹോമോ അല്ലേ, ഹോമോ ഇതായിരിക്കും. നമുക്ക് Ψ1ന്റെ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് n=0 ആണ് അല്ലേ, n=1 n=2. ഹോമോ ഹയസ്റ്റ് ഓക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും Ψ3 ആണ്. Ψ3ക്ക് എത്ര നോഡ് വേണം? 2 നോഡ് വേണം. 2 നോഡ് വരുന്ന ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നോഡൊന്നുമില്ല, ഇത് പറ്റില്ല. ഇതിനകത്ത് നോക്കിയേ 1 2 3 4 നോഡുണ്ട്, ഇതും പറ്റില്ല. ഇതിനകത്ത് ഒരു നോഡ് മാത്രമേ ഉള്ളൂ, ഇതും പറ്റില്ല. പിന്നുള്ളത് ഏതാണ്? ഇതാണ് 2 നോഡ് വരുന്നത്. ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് റിയേജന്റ് ടു എഫക്ട് ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു പ്രൊട്ടക്റ്റഡ് അമിനോ ആസിഡ് ആണ് തന്നിരിക്കുന്നത്. അതിനെ എന്ത് ചെയ്യണം? ഡീപ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഡീപ്രൊട്ടക്ഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനകത്ത് നോക്കിയേ, NH എന്താണ് പറയുന്നത്? ബ്യൂട്ടൈലോക്സി അമീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോക്ക് ഗ്രൂപ്പ് കൊണ്ട്, ബ്യൂട്ടോക്സി കാർബണൈൽ ഗ്രൂപ്പ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫൈനൽ പ്രൊഡക്റ്റിലും അത് പ്രൊട്ടക്ട് ചെയ്ത് തന്നെ കൊടുത്തിരുന്നത്. ഓക്കെ, ഇവിടെ ഒരു എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു എസ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഒരു എസ്റ്റർ ഗ്രൂപ്പിനെ മാത്രം ഡീപ്രൊട്ടക്ഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏത് റിയേജന്റിനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. ബോക്ക് ഗ്രൂപ്പിനെ, ബ്യൂട്ടോക്സി കാർബണൈൽ വെച്ച് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള അമീനിനെ സാധാരണഗതിയിൽ ഡീപ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ള റിയേജൻസ് എന്ന് പറഞ്ഞാൽ അസിഡിക് കണ്ടീഷൻസ് ആയിരിക്കും. അസിഡിക് കണ്ടീഷൻസ് എന്ന് പറയുമ്പോഴത്തേനും HCl യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ HCl അസിഡിക് കണ്ടീഷനാണ്. അതുപോലെ തന്നെ CF3CO2H ഇതും അസിഡിക് കണ്ടീഷനാണ്. ഇത് രണ്ടും എന്ന് പറയുന്നത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ ബോക്കിനെ ഡീപ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. ഇവിടെ ബോക്ക് ഡീപ്രൊട്ടക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ 2 റിയേജന്റ് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റും. ബേസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എസ്റ്റർ ഹൈഡ്രോളിസിസ്. NaOH എന്ന് പറയുന്നത് നമുക്ക് എസ്റ്റർ ഹൈഡ്രോളിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനകത്തുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു എസ്റ്റർ ഗ്രൂപ്പിനെ മാത്രമേ അത് ഹൈഡ്രോളൈസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ NaOH, നോർമൽ NaOH നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 3 ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്റർമീഡിയറ്റ് ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ ഈസ്. നമുക്ക് തന്നിരിക്കുന്ന ഒരു അരയിൽ അസൈഡ് തന്നിട്ടുണ്ട്, ഹീറ്റ് ചെയ്യുന്നു. നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? ഫ്യൂസ്ഡ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തേക്കുന്ന ഇന്റർമീഡിയറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അരയിൽ അസൈഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് നൈട്രീൻ ആയിരിക്കും. എന്തായിരിക്കും? നൈട്രീൻ ആയിരിക്കും കിട്ടുക. നൈട്രീൻ കിട്ടുന്നത്, അതായത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇന്റർമീഡിയറ്റിനെ വരയ്ക്കാം.
എന്ത് ചെയ്യുന്നു, N2 മോളിക്യൂൾ, N2 ഗ്യാസ് പുറത്തേക്ക് പോയതിന് ശേഷം നമുക്ക് നൈട്രീൻ എന്ന് പറയുന്ന ഇന്റർമീഡിയറ്റ് കിട്ടും. ഓക്കെ, നൈട്രീൻ പിന്നെ ഇൻസെർഷൻ റിയാക്ഷൻ നടന്നതിന് ശേഷം നമുക്ക് ഇൻസെർഷൻ വഴി സൈക്ലൈസേഷൻ നടന്നിട്ട് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 6 and 5 മെമ്പേർഡ് ഫ്യൂസ്ഡ് ഫോം ചെയ്യും. ഓക്കെ, ഹെറ്ററോസൈക്ലിക് സിന്തസിസിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു ആൽക്കഹോളും അതേപോലെ തന്നെ ഒരു സെലീനിയം കോമ്പൗണ്ടും അതിൻ്റെ കൂട്ടത്തിൽ ട്രൈബ്യൂട്ടൈൽ ഫോസ്ഫീനും തന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓപ്ഷൻ കൂടെ കൊടുക്കട്ടെ ബാക്കി. ഓക്കെ, ഓപ്ഷൻസ് 1, 2, 3, 4. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞതാണ് ROH പ്ലസ് RSCCN in presence of NBU3P ട്രൈബ്യൂട്ടൈൽ ഫോസ്ഫൈൻ. നമുക്ക് എപ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ആയിരിക്കും. ഞാനതിന് R' R" എന്ന് കൊടുക്കുകയാണ്. RSC R', ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പം ഇതൊന്ന് ഓർത്തിരിക്കാം. ഇങ്ങനത്തെ റിയാക്ഷൻ, അതായത് ട്രൈബ്യൂട്ടൈൽ ഫോസ്ഫീന് സെലീനിയം കോമ്പൗണ്ട്, സെലീനിയം സയനൈഡ് പോലെ വരുന്നതും ആൽക്കഹോളും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഈ OH മാറ്റിയിട്ട് അവിടെ SC വന്നിട്ട് ബാക്കി ഈ ഗ്രൂപ്പും, അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഏതുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇത്രയും പാർട്ട് SC വന്നു, പക്ഷെ ഇതിനകത്ത് ഒരു കാർബണിൻ്റെ കുറവുണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഓക്കെ, കാർബണിൻ്റെ കുറവ് മാത്രമല്ല, ഇവിടെ ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പം നമ്മൾ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ മേജർ അല്ല, നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഫോർത്ത് പ്രോഡക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The major product formed in the following reaction. നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്, പലേഡിയത്തിൻ്റെ കാറ്റലിസ്റ്റ് ഉണ്ട്, ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് പെരിഡിയം. ഇങ്ങനത്തെ കേസിൽ ആൽക്കീൻ, ഇപ്പം ഇതൊരു കപ്ലിംഗ് റിയാക്ഷൻ ടൈപ്പാണ്. ഇതിനകത്ത് സാധാരണഗതിയിൽ ആൽക്കീനും മെറ്റലും കൂടെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ആൽക്കീനും മെറ്റലും തമ്മിലൊരു അതായത് ഒരു എന്താ പറയുന്നത് കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യും അല്ലേ. സാധാരണ നമ്മൾ കോർഡിനേഷൻ അല്ലെങ്കിൽ കപ്ലിംഗ് റിയാക്ഷൻസിനകത്ത് കാണുന്നത് പോലെ തന്നെ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കൊടുക്കാം വരുന്നത്, OH CH2 CH2 CH CH3 CH3. ഈ ബോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പലേഡിയമായിട്ട് കോർഡിനേറ്റ് ബോണ്ട് വരുന്നു. അതിൻ്റെ ഇത് ലിഗാൻഡ് നമുക്കിങ്ങനെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും സംഭവിക്കാം, നെക്സ്റ്റ് സ്വാഭാവികമായിട്ടും കോർഡിനേറ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് സംഭവിക്കും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പലേഡിയത്തിൻ്റെ പാർട്ടിലേക്ക് പോകും. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിന്നൊരു ഇൻകമിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇൻട്രാമോളിക്കുലർ ആയിട്ട് തന്നെ നടക്കുന്നു. ഈ ഓയുടെ ലോൺ പെയർ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അപ്പം ഓക്സിജനിൽ പോസിറ്റീവ് ചാർജ് വരുന്നു. ആ പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ H+ പുറത്തേക്ക് പോയാൽ മതിയാവും അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഏതൊരു ഓർഗാനിക് കെമിസ്ട്രി സ്റ്റുഡൻറ്റിനും അറിയാവുന്നതാണത്. പലേഡിയം, ഓക്കെ, ഓ എത്ര മെമ്പർ റിംഗ് ഫോം ചെയ്തു ഇവിടെ നോക്കി, 1 2 3 4 5 6 അല്ലേ. 1 2 3 4 5 6 6 മെമ്പർ റിംഗ് ഫോം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്തായിരിക്കും സംഭവിക്കാം, നെക്സ്റ്റ് നമുക്ക് റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കാം. റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും റിഡക്റ്റീവ് എലിമിനേഷൻ നടക്കുന്നത്, നമുക്ക് ഇവിടുത്തെ H-ഉം നമ്മുടെ പലേഡിയവും കൂടെ HH-ൻ്റെ ബോണ്ടിനെ വിട്ട് കൊടുത്തതിന് ശേഷം പലേഡിയം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അതുവഴി നമുക്ക് കിട്ടുന്നത് 2 6 മെമ്പർ റിങ് ഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു അല്ലേ.
അതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു ഹെട്രോ ആറ്റം ഉണ്ട്. ഹെട്രോ ആറ്റത്തിന്റെ തൊട്ടടുത്ത കാർബണിൽ എന്തുണ്ട്? CH3 ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് ബോണ്ടിന്റെ കാര്യത്തിൽ ഡിഫറൻസ് എന്തെങ്കിലും വന്നോ? സോറി, ഞാൻ ഷിഫ്റ്റ് കൊടുത്തതിന് അതൊരു പ്രശ്നം പറ്റി. ഇങ്ങനെയല്ല, ഇവിടുത്തെ അല്ല, നമ്മുടെ CH3 ഒരു H ആണ് മാറുന്നത് റിഡക്റ്റീവ് എലിമിനേഷന് വേണ്ടിയിട്ട്. ഇവിടെ 3 H ഉണ്ടല്ലോ, H. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇത് പുറത്തേക്ക് പോകുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ മീഥൈൽ ഗ്രൂപ്പ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സബ്സ്റ്റിറ്റ്യൂവന്റ് അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ്, ഡബിൾ ബോണ്ട്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എല്ലാ കേസിലും നമുക്ക് ഡയറക്റ്റ് ഇപ്പം ഏത് കപ്ലിംഗ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചൊന്നും വരത്തില്ല. പക്ഷെ ഇതുപോലെ നമ്മുടെ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുവിധം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഡബിൾ ബോണ്ട് വന്നപ്പോൾ അത് പലേഡിയായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിച്ചു? നമുക്ക് ഈ പലേഡിയമായിട്ട് ഡയറക്റ്റ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ഇൻട്രാമോളിക്കുലർ ആയിട്ട് റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഒരു ഹെട്രോ സൈക്ലിക് റിംഗ് ഫോം ചെയ്യുന്നുണ്ട്, ഫ്യൂസ്ഡ് റിംഗ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ റിഡക്റ്റീവ് എലിമിനേഷൻ നടന്നിട്ട് നമുക്ക് ഒരു ആൽക്കീൻ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. In the presence of single electron transfer reagent SMI2, the major product formed in the following reaction. In the ഏത് പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയേജന്റ് ആണ് SMI2 എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? ഇതിനകത്ത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലേ? നമുക്ക് അതിനെ കൊടുക്കാം. PH ഡബിൾ ബോണ്ടോ. ഓക്കെ, SMI2 ഉണ്ട്. SMI2 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഈ ബോണ്ട് രണ്ടും ഹോമോലിസിസ് നടക്കുന്നു. അപ്പം ഈ കൊടുക്കുന്ന ഇലക്ട്രോണും ഇവിടുത്തെ ഇതുകൂടെ ചേർന്നിട്ട് അതൊരു സിംഗിൾ ബോണ്ട് ആയിട്ട് ഫോം ചെയ്യും അല്ലേ? PH O SMI2 റാഡിക്കൽ ഫോം ചെയ്തു. ഇത്രയും നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കണം? നമുക്ക് 3 മെമ്പേർഡ് റിംഗ് എന്ന് പറയുന്നത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിംഗ് ആണ്. അത് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്യുക. അതിനെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെ ബ്രേക്ക് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് റാഡിക്കലി ഫോം ചെയ്യുന്നത് സ്റ്റേബിൾ ഏതാണെന്ന് നോക്കാം. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? CH2 റാഡിക്കലാണ്, പ്രൈമറി റാഡിക്കലാണ്. ഇത് അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ഇതെന്ത് സംഭവിച്ചു? ഇത് എന്ത് റാഡിക്കലായിട്ട് മാറി? ടെർഷറി റാഡിക്കലായിട്ട് മാറി അല്ലേ? അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി അത് സ്റ്റേബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? PH. അപ്പം ആ ഇവിടുത്തെ റാഡിക്കലും ഇത് തമ്മിൽ കമ്പൈൻ ചെയ്തു. ഇത് OSMI2. ഓക്കെ, അതെന്തായിട്ട് മാറി? അത് ഡബിൾ അല്ലേ? അത് ഡബിൾ ബോണ്ടായിട്ട് മാറും. OSMI2 ഓക്സിജനോട് ചേർന്നിട്ടുള്ളത് ഡബിൾ ബോണ്ട്. ദെൻ നമുക്ക് വരുന്ന നമ്പർ തന്നെ നോക്കാം. 1 2 3 4 അല്ലേ? അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് 2 3 4. 4ൽ എന്തുണ്ട്? 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്. ഓക്കെ, 4ൽ 2 സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്, അതിലൊരു റാഡിക്കലുണ്ട്. ഇനി ഇതാണ് നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഫിനൈൽ അസറ്റ്ലീനുമായിട്ട് അത് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, ഫിനൈൽ അസറ്റ്ലീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഇവിടെ എന്തുണ്ട്? ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഫിനൈൽ അസറ്റ്ലീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ ഹോമോലിസിസ് നടക്കുന്നു. ഹോമോലിസിസ് നടന്നിട്ട് ഏത് റാഡിക്കൽ തമ്മിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? ഇവിടും ഇത് തമ്മിൽ റിയാക്ട് ചെയ്യും. കാര്യം ഫിനൈൽ റാഡിക്കൽ ബെൻസൈൽ റാഡിക്കൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അപ്പം ഇവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പോൾ ഇത് 4 ആണെങ്കിൽ
ഇത് 5 6. അപ്പം നമുക്ക് കൊടുക്കാം പ്രോഡക്റ്റിനെ PHOSMI2 അല്ലേ, ഡബിൾ ബോണ്ട് ഇത് 4ാമത്തെ ബോണ്ട്, 5ാമത്തെ ഇത് 5 ഡബിൾ ബോണ്ടായിട്ട് മാറി. ഇവിടെ റാഡിക്കൽ PH. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കി 1 2 3 4 5 6. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് സംഭവിക്കാം? ഇനി വീണ്ടും നമുക്ക് ഈ പറയുന്ന OSMI2 എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ SMI2 എന്ന് പറയുന്ന ഗ്രൂപ്പ് സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഈ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്താണ്. അതിനെ തിരിച്ച് നമുക്ക് പുറത്തേക്ക് കളയണം. അതെങ്ങനെ സംഭവിക്കും? വീണ്ടും ഇതിൻ്റെ ബ്രേക്കിംഗ് നടക്കും. ഓക്കെ, ബ്രേക്കിംഗ് നടക്കും. ഈ റാഡിക്കൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2ാമത്തെ കാർബണിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? 2ാമത്തെ കാർബണിൽ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുക PHO റാഡിക്കൽ SMI2. ദെൻ നോക്കിയേ, 2ഉം 6ഉം തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് എത്ര റിംഗ് ആണ്? 1 2 3 4 5 റിംഗ്. ഓക്കെ, 5 മെമ്പേർഡ് റിംഗ് നമുക്ക് കൊടുക്കാം. ഇത് 1 ആണ്, ഇത് 2 3 4 5 6. 5നും 6നും ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വന്നു. 6ൽ എന്ത് സബ്സ്റ്റുവൻ്റ് വന്നു? PH വന്നു സബ്സ്റ്റുവൻ്റ്. 4ൽ എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണേ. ഇനി എന്ത് സംഭവിക്കും? വീണ്ടും SMI2 അതിൻ്റെ ഇലക്ട്രോണുമായിട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ പോയി കഴിയുമ്പോൾ ഇത് ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഏത് പ്രോഡക്റ്റ് കിട്ടി? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് 5 മെമ്പേർഡ് റിംഗ് ആയിട്ടുള്ള ഒരു ആൽക്കീൻ കിട്ടി, സൈക്ലോ ആൽക്കീൻ കിട്ടി. അതിനകത്ത് 2 സബ്സ്റ്റുവൻ്റ് വരുന്നുണ്ട്. അടുത്തടുത്ത പൊസിഷനിൽ ഒന്ന് PHCO ഗ്രൂപ്പും ഒന്ന് PH ഗ്രൂപ്പും വരുന്നുണ്ട്. ഡബിൾ ബോണ്ട്. ഏതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഫസ്റ്റ് 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The major product formed in the following reaction is isoquinol തന്നിട്ടുണ്ട്, HCl then Br2, PHNO നൈട്രോ ബെൻസീൻ തന്നിട്ടുണ്ട്, ഹീറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. HCl കാണുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ പറ്റും പ്രോട്ടോണേഷൻ നടക്കും. എന്തിൻ്റെ ആയിരിക്കും പ്രോട്ടോണേഷൻ നടക്കുക? നമ്മുടെ ഇവിടുത്തെ നൈട്രജൻ്റെ ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ പ്രോട്ടോൺ കൊടുത്തിട്ട് N+ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്തായിരിക്കും സംഭവിക്കാം? നമുക്ക് ഉള്ളത് HCl ആണ്. Cl- ഉണ്ടല്ലേ. Cl- will attack this position so that we can neutralize the charge of nitrogen. നൈട്രജൻ്റെ ചാർജ് നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഇത് NH ആയിട്ട് മാറും. Cl ഈ പാർട്ട് അതുപോലെ തന്നെ ഉണ്ട്. Cl then ഡബിൾ ബോണ്ട് എത്രയും വന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് സംഭവിക്കാം? നമുക്ക് വീണ്ടും സെയിം തന്നെ ബ്രോമിൻ ഉണ്ട്, Br2 മോളിക്യൂളാണ്. എന്ത് ചെയ്യുന്നു? ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. Br2 മോളിക്യൂൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇത് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു, Br- പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? നമുക്ക് കിട്ടുന്നത് Cl ഇവിടെ NH+ ഡബിൾ ബോണ്ട് Br. ദെൻ വീണ്ടും എന്ത് ചെയ്യണം? നമുക്ക് നൈട്രജനിലെ പോസിറ്റീവ് ചാർജ് കളയണം. എന്ത് ചെയ്യാം? ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന പുറത്തേക്ക് പോകുന്നു, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഞാൻ ആ പാർട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. Cl NH അല്ലേ, ഇവിടെ ഡബിൾ ബോണ്ട് Br. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കാം? വീണ്ടും HCl പുറത്തേക്ക് പോവാം. HCl പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇത് ഡബിൾ ബോണ്ടായിട്ട് മാറും. ഓക്കെ, അങ്ങനെ
നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് ഇത് കിട്ടും. ഡബിൾ ബോണ്ട് BR ഇതായിരിക്കും നമ്മുടെ മേജർ പ്രൊഡക്റ്റ് വരിക. ഇതെന്തോ ശരിക്കും സംഭവിക്കുന്നത്, HCl പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ശരിക്കും വീണ്ടും ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, Cl പുറത്തേക്ക് പോകുന്നു, ഇവിടെ N+ ആയിട്ട് മാറുന്നു, അതിൻ്റെ പ്ലസ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ H+ പുറത്തേക്ക് പോകുന്നു. അപ്പം ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് ഇത് കിട്ടും. ഓക്കെ, എൻ്റെ ഓപ്ഷൻ ഞാൻ എഴുതിയിരുന്നില്ല അല്ലേ, അത് കൊടുക്കാം. സെക്കൻഡ് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് ഇതൊക്കെയാണ്, 1, 2, 3, 4. ഓക്കെ, ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതാണ് കറക്റ്റ് ആൻസർ വന്നത്? കറക്റ്റ് ആൻസർ വന്നത് 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 2024 ജൂണിലും ഡിസംബറിലും ചോദിച്ച ചോദ്യങ്ങൾ. ഇനിയും അടുത്തൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.